ഹായ് ഹലോ എല്ലാവർക്കും മേക്ക് പുതിയ റിവ്യൂലേക്ക് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന 2025 കന്നഡ റിലീസ് ചെയ്ത് 2026 നമ്മുടെ മലയാളത്തിൽ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു 45 അല്ലെങ്കിൽ 45 എന്ന് പറയുന്ന ചിത്രം. ഒരു കന്നഡ മൂവിയാണ്. അല്ലാത്തിനുപരി ഒരു പാരന്റ് റിലീസായിരുന്നു. കന്നഡയ്ക്ക് പുറമെ തെലുങ്ക്, മലയാളം, തമിഴ് ഭാഷയൊക്കെ റിലീസ് ചെയ്തിരുന്നു. ഞാൻ തമിഴാണ് കണ്ടത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡബിങ്ങും കാര്യങ്ങളും തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും 45 കുറിച്ച് പറയുമ്പോൾ അർജുൻ ജ്ഞാനയാണ് ഡയറക്ഷൻ, അതുപോലെ തന്നെ തിരക്കഥ, മ്യൂസിക്. അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെന്റ് ഒരാൾ കൈകാര്യം ചെയ്യുമ്പോൾ ചില്ലറ കാര്യമല്ല. അതും ഏറ്റവും ഉപരി ഇതിലെ കാസ്റ്റിംഗ് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് ഉയർന്നത്. കാരണം കന്നഡയിൽ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർസൊക്കെ ആയിരുന്നു ഇത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ കാസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ശിവരാജ് കുമാർ, അതുപോലെ തന്നെ ഉപേന്ദ്ര, രാജ്പിക് ഷെട്ടി തുടങ്ങിയ പ്രധാനമായിട്ടും കാസ്റ്റിംഗായി വന്നിരുന്നു. അപ്പോൾ കന്നഡ തന്നെ ഏറ്റവും വലിയ സ്റ്റാറുകളെ കൊണ്ട് ഒരു മൾട്ടി സ്റ്റാർ പടം എന്നതും മൾട്ടി സ്റ്റാർ ഒരു ഫിലിം എന്നതും വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. എന്തായാലും 45 ഒരു കൺസെപ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, അതായത് ഒരു മനുഷ്യന്റെ മരണത്തിന് മുമ്പുള്ള കാര്യവും മരണത്തിന് ശേഷമുള്ളതും അതിന് നടക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ചെറിയൊരു കൺസെപ്റ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഒരു ഗോഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം, അതുപോലെ തന്നെ യമന്റെ സാന്നിധ്യം, സാധാ മനുഷ്യന്റെ സാന്നിധ്യം, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഒരു ചെറിയൊരു കൺസെപ്റ്റ് തന്നെയാണ് ഉൾക്കൊള്ളിച്ചത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഞാനിത് ആദ്യമായിട്ടായിരിക്കും ഇതുപോലത്തെ സ്റ്റോറി കാണുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വാക്കിൽ പറഞ്ഞാൽ ബോറടിപ്പിക്കില്ല. ഒരു രണ്ട് മണിക്കൂറിനടുത്ത് ഫിലിം വരുന്നുണ്ടെങ്കിൽ പോലും ഒട്ടും തന്നെ ബോറടിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ആ ജാതി മേക്കിംഗ് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് ഇതിൽ എടുത്ത് പറയാനുള്ളത് പോസിറ്റീവ് വശങ്ങൾ എടുത്ത് പറയാനുള്ളത് ബാഡ് സ്കോർ തന്നെയായിരുന്നു. അർജുൻ ജ്ഞാനയ്യ എന്ന് പറയുന്ന ഡയറക്ടറുടെ മികവാർന്നുള്ള ഒരു ബാഡ് സ്കോർ ഗംഭീരമായി തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയം തന്നെ ഒരു വ്യക്തി മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും തിരക്കഥയിലും അതുപോലെ തന്നെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ചിലരുടെ കാര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം അത് മാനേജ് ചെയ്യാൻ ശ്രമിച്ചു. നല്ല രീതിയിൽ തന്നെ ബാഡ് സ്കോർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാട്ടുകൾക്ക് വലിയ പ്രാധാന്യം കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഒരു ബാഡ് സ്കോറും ഇൻട്രോ സീൻസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതും ഗംഭീരമായി തന്നെ വർക്കൗട്ട് ആവാൻ ശ്രമിച്ചു. എടുത്തു പറയേണ്ടത് ശിവരാജ് കുമാർ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ്. സ്ലാഗ്, അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ എന്താ പറയുക ലുക്കും കാര്യങ്ങളൊക്കെ ഗംഭീരമായി തന്നെ അദ്ദേഹം വർക്ക് ചെയ്ത് ശ്രമിച്ചിട്ടുണ്ട്. കാരണം തൊട്ടാൽ കൈപ്പൊള്ളുന്ന ഒരു സബ്ജക്റ്റ്, അതേപോലെ തന്നെ ആ സബ്ജക്റ്റ് പ്രധാനമായിട്ടും ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നു. ആ ബിൽഡപ്പ് കൂടി തന്നെയാണ്. ആ മനുഷ്യന് ചെറുതായിട്ടൊന്ന് പാളിപ്പോയാൽ പോലും കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ നല്ല തന്നെ ചെയ്തു. പിന്നെ എടുത്ത ഒരു ഉപേന്ദ്ര പ്രകടനം തന്നെയാണ്. എനിക്ക് തോന്നുന്നു കപ്സ എന്ന് പറയുന്ന ഒരു അപരാധത്തിന് ശേഷം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ തെറ്റില്ലാത്ത ഒരു പ്രകടനം ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ആ കോസ്റ്റ്യൂം മാത്രമാണ് ഇതിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എനിക്ക് പറയുന്നത്. പക്ഷെ ആ കോസ്റ്റ്യൂമും പടത്തിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എന്തായിരിക്കും ആ വ്യക്തി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഒരു മുഖമുദ്ര, അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവാൻ ശ്രമിച്ചു. പിന്നെ എടുത്ത് രാജ്പിക് ഷെട്ടിയുടെ പ്രകടനമാണ് ഒട്ടും തന്നെ ബോറായി. നമുക്ക് എല്ലാവർക്കും അറിയാം മികച്ച ഒരു നടൻ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് പറ്റാവുന്ന രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഓരോരോ ഏങ്കിളൊക്കെ ആണെങ്കിലും പടത്തിൻ്റെതും. പിന്നെ കോമഡിയൊക്കെ ചില ഭാഗത്തൊക്കെ വർക്കൗട്ടായി, ചില ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ പാളിപ്പോയി. കോമഡി നോക്കുമ്പോൾ അതൊരു കോമഡി പടമല്ല, പക്ക ഒരു ഫാന്റസി ഡ്രാമ പടം എന്ന രീതിയിൽപ്പെടുത്താവുന്ന ഒരു ചിത്രമാണ് മെയിനായിട്ട് അത് ഉദ്ദേശിച്ചിട്ടുണ്ട് 45. അപ്പോൾ 45 പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞ മനുഷ്യൻ മരിച്ച് നമ്മുടെ ഹിന്ദു പുരാണത്തിലൊക്കെ 41 ദിവസം എന്നൊക്കെയാണ് പറയാറുള്ളത്. അതാണ് ഒരു കേട്ടത്. അപ്പോൾ തീർച്ചയായും പക്ഷേ ആ കൺസെപ്റ്റ് ആയിരിക്കാം ഇത് പ്രധാനമായിട്ടും. സ്റ്റോറിയിൽ നോക്കുന്ന നമ്മുടെ കഥാനായകന്റെ ഒരു ഉറക്കത്തിൽ നിന്നും ഉണരുന്നതോട് തന്നെയാണ് ഇതിന്റെ കഥ ഒക്കെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് രാവിലെ തന്നെ അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു, തനിക്കൊരു ആക്സിഡന്റ് സംഭവിക്കുന്നു. ആക്സിഡന്റ് സംഭവിച്ച ശേഷം അദ്ദേഹം മരണപ്പെടുന്നു. ഒക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അവ തിരിച്ചിട്ട് ആ മരണത്തിന് ശേഷം എന്തായിരിക്കും ഒരു മനുഷ്യന്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഗരുഡ പുരാണം എന്ന് പറഞ്ഞ് നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ആ വീട്ടിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ശേഷം എങ്ങനെയായിരിക്കാം രക്ഷപ്പെടുക അല്ലെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം സംഭവിച്ചതെന്നാണ് 45 എന്ന് പറയുന്ന ചിത്രത്തിൽ പ്രധാനമായിട്ടും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായി. പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഈ കഥാപാത്രങ്ങളുടെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇവരെ കൂടാതെ പ്രധാനമായിട്ടും എനിക്കെടുത്ത് പറയുന്നത് നമ്മുടെ പഴയകാല ഒരു നടിയൊക്കെ ഉണ്ട്. മേലെ പറമ്പിലെ ആദ്യത്തെ കൺമണി എന്ന് പറയുന്ന ചിത്രത്തിലെ അതിൽ നടിയൊക്കെ പ്രധാനപ്പെട്ട ഒരു റോൾ വരുന്നുണ്ട്. കുറച്ച് സ്പേസ് ഉള്ളൂ. പിന്നെ ഇതിൽ നായകയുടെ പേരറിയില്ല. അതുപോലെ തന്നെ ഇതിൽ രാജ്പിക്ഷയുടെ അഭിഭാഷം ചെയ്തിട്ടുള്ള വ്യക്തിയുണ്ട്, അവരുടെയും പേരറിയില്ല. കുഴപ്പമില്ലാത്ത പ്രകടനമായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ വിക്രമിലെ വില്ലന്റെ കൂടെ നിന്നുള്ള ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള മനുഷ്യൻ ഇപ്പോൾ മലയാള ചിത്രത്തിലൊക്കെ കാണുന്ന വ്യക്തിയാണ്. ഇതിന്റെ പേരറിയത്തോണ്ടാണ് എടുത്തു പറയാത്തത്.
അദ്ദേഹം ഒരു ഓക്കെ ലെവലായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ആക്ഷൻ സീൻസ് ഒക്കെ കൊള്ളാമായിരുന്നു. പിന്നെ VFX ഒക്കെ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കൊരു ഓക്കെ ലെവലാണ് ഫീൽ ചെയ്ത്. എടുത്ത് പറയേണ്ടതിലൊരു ഒരു ട്രാഫിക്കിൽ ലോറിയും ഒരു സ്കൂട്ടറും തമ്മിൽ ചേസ് സീൻ നടക്കുന്നുണ്ട്. അത് ഉപേന്ദ്ര രാജ്പി ഷെട്ടി ശിവരാജ് കുമാർ തമ്മിലുള്ള ഒരു ചേസ് സീനാണ്. അത് അത്യാവശ്യം ഒരു വർക്കൗട്ട് ആയിരുന്നു. പക്ഷെ എന്നാൽ ഭയങ്കര ലെങ്ത് കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഈ റിപ്പീറ്റ് അടിച്ചുള്ള സീൻസ് ഒക്കെ റിപ്പീറ്റ് അടിച്ച് തന്നെ പിന്നെയും വരുന്നുണ്ട്. കാരണം അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് അടുത്തായിട്ടൊക്കെ ഉണ്ട് ആ സീൻ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഒരു അരോചകമായിട്ടാണ് തീർന്നത്. കുറച്ചും കൂടി ആ സീൻസ് ഒക്കെ വെട്ടി കുറയ്ക്കാൻ വരുന്നതാണ് എൻ്റെ പക്ഷം. അതേപോലെ തന്നെ ക്ലൈമാക്സിലെ VFX ആണെങ്കിലും ഒരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു. ഏറ്റവും എൻഡ് ക്ലൈമാക്സ് വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുമായിരുന്നു. കാരണം ആ ദൈവത്തിന്റെ ഭാഗങ്ങളോ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഗ്രീൻ സീൻ എന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. അതും ഒരു ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ ഫീൽ കിട്ടിയായിരുന്നു. എങ്കിലും ഓവറോൾ അതെല്ലാം പടത്തിന്റെ ഒരു നെഗറ്റിവിറ്റി ഒന്നും ബാധിക്കുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്. എല്ലാം കൊണ്ടും എനിക്ക് ബോറടിപ്പിക്കാതെ ഒരു ഏവറേജ് അനുഭവമായിട്ടാണ് 45 എന്ന് പറയുന്ന ഒരു ചിത്രം എനിക്ക് ഫീൽ ചെയ്തത്. ഓവറോൾ കൊള്ളാം, ഒരു തവണ കാണാവുന്ന നല്ല ഒരു ചിത്രം തന്നെയാണ്. ഒരു ഏവറേജ് അനുഭവം എന്തായാലും കാണുന്നവർക്ക് കിട്ടാതിരിക്കില്ല. കാരണം എനിക്ക് കണ്ടപ്പോൾ ഒരു പുതിയൊരു ഫ്രഷ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തത് എന്തായിരിക്കും സംഭവിക്കാൻ തോന്നുന്നുണ്ട്. അത് തന്നെയാണ് ഒരു റൈറ്ററും ഡയറക്ടറും അല്ലെങ്കിൽ എന്താ പറയുക റൈറ്ററും ഏറ്റവും വലിയ കഴിവ്. കാരണം സാധാരണ ഒരു പ്രേക്ഷകർക്ക് എന്തായിരിക്കാം സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഒരു ചിന്താഗതി വേണം നോർമലായിട്ട്. അത് തന്നെയാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് കടത്താവുന്ന ഒരു ക്ലൈമാക്സ് സീൻ തന്നെയായിരുന്നു. അല്പം ഇമോഷണൽ ഉണ്ട്. ആ ഇമോഷണൽ സീൻസ് മാത്രമാണ് എനിക്ക് കുറച്ചെങ്കിലും ഒരു ഇമോഷണൽ ആണെന്ന് തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇമോഷണൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഒക്കെ എല്ലാം കൊണ്ടും ഓവറോൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു ഏവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് 45 എന്ന് പറയുന്ന ഒരു ചിത്രം ഫീൽ ചെയ്തത്. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും മറ്റൊരു ചിത്രം റിവ്യൂമായി വരുന്നതായിരിക്കും. ഒരു ബൈ.